ഗോകുലിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുക അവന്റെ പേരിൽ ഡെപ്പോസിറ്റും ചെയ്യണം. ഗോകുല് കോളേജിലെത്തുമ്പോഴേക്കും അത് നല്ലൊരു തുകയാവും. അവന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനും ആ തുക ഉപയോഗിക്കാം. മാത്രമല്ല, ഈ കുടുംബത്തിൽ ഇനിയുണ്ടാകുന്ന കുട്ടികൾക്കും അതിന്റെ ആനുകൂല്യങ്ങളും അനുഭവിക്കാം. എന്റെ മോനെ നല്ലൊരു നിലയിലെത്തിക്കണമെന്ന എന്റെ ആഗ്രഹം. മക്കളുടെ ഉയർച്ചയല്ലേ അച്ഛാ മാതാപിതാക്കളുടെ സന്തോഷം. നിന്റെ പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ടു. മകന് വേണ്ടി മുൻകൂട്ടിയുള്ള ഒരു കരുതൽ, അത് അംഗീകരിച്ചേ മതിയാവൂ. പണം തരാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ നിന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. ഏട്ടൻ നമ്പർ ഇറക്കി അച്ഛനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? മോളെ, പ്രകാശ് പറഞ്ഞത് നല്ലൊരു ഐഡിയ. നല്ലൊരു ഇൻഷുറൻസ് സ്കീമിലാ അവൻ ഗോകുലിന് ചേർക്കാൻ പോകുന്നത്. അവന്റെ ഭാവി എല്ലാ രീതിയിലും സുരക്ഷിതമാക്കുന്ന ഒരു പദ്ധതി. എന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഡീറ്റെയിൽസ് ഒക്കെ തരാം. ആദ്യം എത്ര തുക അടയ്ക്കേണ്ടി വരും? 5 ലക്ഷം രൂപ അടച്ചാൽ മതി. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം അടച്ചാൽ എന്താ? ഗോകുല് കോളേജിൽ എത്തുമ്പോഴേക്കും അത് 50 ലക്ഷം രൂപയാവും. അതൊരു വലിയ തുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഏട്ടാ, ഈ കമ്പനി പ്രൈവറ്റ് ആണോ അതോ? പ്രൈവറ്റാ. അതെ, ആ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡോ അങ്ങനെ മറ്റെന്തെങ്കിലും കയ്യിലുണ്ടോ? അത് പിന്നെ വിസിറ്റിംഗ് കാർഡൊന്നും കയ്യിലില്ല. വെറുതെ ഇടങ്കോലിടാൻ വന്നിരിക്കുന്നു. നീ ആരടി? വക്കീലോ? ചുമ്മാതല്ല, വക്കീൽ ഓഫീസിലെ പണി നിന്നെ തെറിച്ചു പോയത്. ആരെയും നന്നാവാനും സമ്മതിക്കില്ല, അവളൊട്ട് നന്നാവേയില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്ക് പണം തന്നാ മതി. പ്രകാശ, അവളോട് ഒരു നീ എന്തിനാടി അവനെ ദേഷ്യം പിടിപ്പിച്ചത്? അച്ഛന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ അടിച്ചു മാറ്റാനുള്ള തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഏട്ടൻ വന്നത്. ശുദ്ധഗതിക്കാരനായ അച്ഛൻ അതിലൊന്നും വീണു പോവരുത്. ദേ, സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്നാലും ഗോകുലിന്റെ ഭാവിയല്ലേ? സ്വന്തം അച്ഛനെ തന്നെ പറ്റിച്ചുകൊണ്ടല്ലേ മോന്റെ ഭാവിക്ക് അടിത്തറ ഇടേണ്ടത്. അച്ഛാ, അത് വിട്ടേക്കച്ചാ.